ന സംശയ. ആ ഭഗവാൻ ശ്രീപരമേശ്വരൻ ആരാണ്? പരബ്രഹ്മം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പരമകാരണനായിട്ടുള്ള ശിവനെയാണ് ധ്യാനിക്കേണ്ടത്, പൂജിക്കേണ്ടത്. ഭക്തന്മാർ പോലും ശിവനെ ആരാധിച്ചുകൊണ്ട് പല പദവികളെയും നേടുന്നു, ഭഗവത് അനുഗ്രഹത്തെ നേടുന്നു. അപ്പൊ രുദ്രന് നൽകിക്കഴിഞ്ഞാൽ എന്തായി? എല്ലാവർക്കും നൽകിയ ഫലമായി കഴിഞ്ഞു എന്നാണ്. അല്ലെങ്കിൽ എല്ലാറ്റിന്റെയും ഒടുവിൽ രുദ്രനിലാണിതെല്ലാം എത്തിച്ചേരുന്നത്. സർവം ശിവമയമാണ്. ആദ്യന്തരഹിതനായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാന് ജനനം മരണം അങ്ങനെയുള്ള ആ അവസ്ഥാഭേദങ്ങളൊന്നും തന്നെ ബാധകമല്ല. അവിടുന്ന് ആദ്യന്തരഹിതനാണ്. അപ്പൊ ദക്ഷന് പക്ഷേ അങ്ങനെയുള്ള ഉപദേശമൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദക്ഷൻ കോപത്തോടുകൂടി തന്നെ പറയുകയാണ്, ത്രിഷു മൂർത്തിഷു രുദ്രോയം ഏക സംഹാരകാരക. ത്രിമൂർത്തികളിൽ ദക്ഷൻ ആരാണ്? സംഹാരകാരകനാണ്. സംഹർത്തു സർവകർത്തൃത്വം കഥമസ്യ ഭവേദിതം മോഹസ്യാദേവതം സർവകർത്താരം വദസി ധ്രുവം. ജ്ഞാനമൂർത്തിർമഹാദേവ സത്യാനന്ദഗുണസ്മൃത നാസ്തിതസ്യ ശരീരഞ്ച മുക്ത്വാജിച്ഛക്തിമവ്യയാം. ദക്ഷൻ ദധീജിയുടെ വാക്കുകൾക്ക് മറുപടി പറയുകയാണ്. അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും ശരി, രുദ്രനെ ഞാൻ പൂജിക്കില്ല. അതുകൊണ്ട് അങ്ങ് എന്നെ അതിന് നിർബന്ധിക്കരുത്. ഈ രുദ്രൻ സംഹാരകാരകനായിട്ടാണല്ലോ പറയുക എന്നാണ്. ഇനി മറ്റു ദേവതകളെ ഉപാസിച്ചതുകൊണ്ട്, മറ്റു ദേവതകളെ ഭജിച്ചതുകൊണ്ട് എന്താണ് ഒരു ദോഷം? അതങ്ങ് പറഞ്ഞു തരൂ. എന്തായാലും അശിവരൂപിയായിട്ട്, അമംഗളരൂപിയായിട്ടുള്ള ആ ശിവനെ, ആ രുദ്രനെ ഞാൻ ആരാധിക്കില്ല, യാഗം ചെയ്യില്ല, രുദ്രനു വേണ്ടിയിട്ട് ആവിർഭാഗം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദധീജിയുടെ വാക്കുകളെ തിരുത്തിക്കൊണ്ട് ദക്ഷൻ വീണ്ടും ദധീജി പറഞ്ഞു, തേഷാം തദ്വചനം ശ്രുത്വാ ബ്രഹ്മ ധ്യാത്വാ ക്ഷണം ദദാ നീലഗ്രീവം ത്രിലോചനം ചന്ദ്രാർദ്ധഭൂഷണം സൗമ്യം സച്ചിദാനന്ദവിഗ്രഹം കൃഷ്ണപിംഗളമീശാനം ഹൃദം സത്യം പരാൽപരം ആനന്ദാശ്രുകണാൻ സിഞ്ചൻ ഹർഷഗദ്ഗദവാഗയം ഈശാന സർവവിദ്യാനാം ഈശ്വരോ ജഗതാം പ്രഭു. ആരാണ് ആ ഭഗവാൻ എന്ന് ബ്രഹ്മാവ് തന്നെ ആണ്. അല്പസമയം ബ്രഹ്മാവ് തന്നെ ധ്യാനിച്ചുകൊണ്ട് ആ ശ്രീപരമേശ്വരനെ തന്റെ ഉള്ളിൽ ദർശിച്ചുകൊണ്ട് എന്നാണ്, തന്റെ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ നീലകണ്ഠനായിട്ട്, ത്രിലോചനനായിട്ട്, സച്ചിദാനന്ദ വിഗ്രഹനായി വർത്തിക്കുന്ന ആ ഭഗവാനെ ഉള്ളിലങ്ങനെ പ്രകാശിച്ചു കണ്ടു. എന്നിട്ട് ബ്രഹ്മാവ് ശപഥം ചെയ്യുന്നത് പോലെ പറയുകയാണ്, ആ സദാശിവൻ തന്നെയാണ്, ആ മഹാദേവൻ തന്നെയാണ്
പരബ്രഹ്മം. അവിടുന്ന് സത്യസ്വരൂപനാണ്, വിശ്വാകാരനാണ്, മഹേശ്വരനാണ്. അതുകൊണ്ട് സർവേശ്വരൻ അവിടുന്ന് തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും ബ്രഹ്മാവ് അവിടെ ഉറപ്പിച്ചു. ദക്ഷനെയും ഉപദേശിച്ചു. ദക്ഷ, നീയും ഇതിനു മുൻപ് ശ്രീപരമേശ്വരനെ തപസ് ചെയ്തിട്ടാണ് ഈ ഐശ്വര്യങ്ങളെല്ലാം നേടിയത്. എന്നാൽ ഇപ്പോൾ നീ ധിക്കരിക്കുകയാണ്. അതുകൊണ്ട് അത് ശരിയല്ല, അത് തെറ്റാണ്. അങ്ങനെ ദധീജിയും ബ്രഹ്മാവും ഒന്നും പറയുന്നതിനെ ദക്ഷൻ കൂട്ടാക്കുന്നില്ല, കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇത്രയൊക്കെ ഉപദേശം കൊടുത്തതായിട്ടുള്ള ദധീജി പിന്നീട് നിശബ്ദനായിട്ടിരുന്നു, മൗനം ഭജിച്ചുകൊണ്ടിരുന്നു എന്നാണ്. വിഹസ്യ ദക്ഷപാപിഷ്ട പുനഃപ്രാഹവചോദ്യുജ പരമാത്മാ കഥം രുദ്രപരം ബ്രഹ്മ കഥം മുനേ മുക്തലജ്ജ കഥം വീക്ഷ്യാം മിഥ്യാം ഭിക്ഷാമടതി നിർഭയാ കർക്കശം വ്യാഘ്രശർമാപി കഥം ധത്തേ പിനാകധൃക് മൃഗം വാ പരശും ഘോരം പാണിഭ്യാം മഹദേ ഖലു ആശീവിഷൈ മഹാഘോരൈ സർപ്പേ വേഷ്ടിത വിഗ്രഹ. ദധീജിയുടെ വാക്കുകളൊക്കെ കേട്ട് വീണ്ടും ദക്ഷൻ പറയാൻ തുടങ്ങി. പരിഹാസത്തോടു കൂടിയിട്ടെന്നാണ്, പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നാണ്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? ആ രുദ്രൻ പരമാത്മാവാണ്, പരബ്രഹ്മമാണ്. നമ്മൾ ധ്യാനിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരു ദേവത ഇങ്ങനെയുണ്ടോ? ചിലപ്പോൾ ദിഗംബരനായിട്ട്, വസ്ത്രമൊന്നുമില്ലാതെ, ശൂലം ധരിച്ച്, കപാലം ധരിച്ച്, ലജ്ജയില്ലാതെ, ഭിക്ഷുവായിട്ട്, പിനാകപാണിയായിട്ട്. ചിലപ്പോൾ ധരിക്കണത് ആനത്തോലും പുലിത്തോലും ഒക്കെയാണ്. സാമാന്യമായിട്ട് ഉടുക്കാനൊന്നുമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ മൃഗചർമ്മമൊക്കെ ധരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ഈശ്വരനുണ്ടോ, ഒരു ദേവനുണ്ടോ? അപ്പൊ അതികഠിനമായിട്ടുള്ള ആ ഒരു മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത മാർഗം, അതാണ് അശിവമായ മാർഗം എന്ന് പറയുക. അതിനെ സ്വീകരിച്ച ആളാണ് ശിവൻ. അതിഘോരമായ വിഷസർപ്പങ്ങളാണ് ശരീരത്തിൽ ആഭരണങ്ങളായിട്ടുള്ളത്. കൂടെയുള്ളവരോ ഭൂതഗണങ്ങൾ. ശിവപുരാണത്തിൽ കാണാം, പാർവതീദേവിയെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പ്രയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അതായത് ശിവൻ തന്നെ ശിവനെ നിന്ദിക്കുകയാണ്, ആത്മനിന്ദ ചെയ്യാണ്. അത് തെറ്റല്ല എന്നാണ് പറയുക. നമ്മൾ വേറൊരാളെ കുറ്റം പറയുമ്പോഴേ കുഴപ്പമുള്ളൂ. അവനവനെ കുറ്റപ്പെടുത്തിയാൽ അത് തെറ്റല്ല. നേരെ മറിച്ച് നമ്മൾ മറ്റൊരാളെ പരനിന്ദ ചെയ്താൽ, പരദൂഷണം ചെയ്താൽ അത് തെറ്റാണ്, അത് പാപമാണ്. ഇവിടെ ശിവൻ തന്നെ ശിവനെ നിന്ദിക്കുന്നുണ്ട് പാർവതിയുടെ മുൻപില് വേഷപ്രച്ഛന്നനായിട്ട് വന്നിട്ട്. എന്തിനാണ് പാർവതി ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കുന്നത്? കണ്ട ആരെങ്കിലും സാമാന്യം പോലെ ബോധമുള്ളവർ അടുത്തു പോവുമോ? കഴുത്തിലും കയ്യിലും ഒക്കെ പാമ്പിനെ ഇട്ട്, രക്തമിറ്റിറ്റ് വീഴുന്ന ആനത്തോലും പുലിത്തോലും ഒക്കെ ധരിച്ച്, തലയോട്ടികൾ കൊണ്ടുള്ള മാല, അസ്ഥികളെ കൊണ്ടുള്ള മാല, കയ്യിൽ തന്നെ ഭിക്ഷാപാത്രമായിട്ട് ധരിച്ചിരിക്കുന്നത് ഒരു കപാലമാണ്. ഘോരശബ്ദം പുറപ്പെടുവിക്കുന്ന ഡമരു. പാർവതി, നിങ്ങളെ രണ്ടുപേരെയും ചേർത്തൊരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഫോട്ടോ എടുത്താൽ എന്ന് ചോദിക്കണില്ല കേട്ടോ. നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തിയ ഒരു ചിത്രകാരൻ ചിത്രം വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഭാഷയിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കേണ്ട സംഗതി ഇത്രയേ ഉള്ളൂ അല്ലെ? ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് ഫോട്ടോ എടുത്തു വെക്കാറുണ്ടല്ലോ. കാലം മാറിയപ്പോൾ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വന്നു എന്നേ ഉള്ളൂ. അന്നുണ്ട് ഇന്നുണ്ട്. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഹിപ്പി മുടിയൊക്കെ ആയിട്ട് അന്നത്തെ കല്യാണ ഫോട്ടോയൊക്കെ ഇരിപ്പില്ലേ? കമ്മലൊക്കെ വലിയ വട്ടത്തിലുള്ള കമ്മലായിരുന്നു, ഓർമ്മയുണ്ടോ? രണ്ട് വലിയ, പിന്നെ അത് മാറി മാറി. അപ്പൊ ഒരു ചിത്രം എടുത്തു വെച്ച് നോക്കൂ, പാർവതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഭാഗത്ത് പാർവതിയുടെ ചിത്രം, മറുഭാഗത്ത് ശിവന്റെ ചിത്രം. എങ്ങനെ ഉണ്ടാവും? പാർവതി നല്ല പട്ടുവസ്ത്രം ധരിച്ച്, നല്ല ആഭരണങ്ങൾ ധരിച്ച്, നല്ല മുല്ലമാലയൊക്കെ ചാർത്തി, നല്ല സുഗന്ധമുള്ള കളഭവും സിന്ദൂരവും ഒക്കെ ധരിച്ച്. കണ്ടാൽ തന്നെ എന്തൊരു കൗതുകമുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ശിവന്റെ അവസ്ഥ എന്താണ്?
കണ്ടാൽ തന്നെ ഭയാനകം സർപ്പത്തിന്റെ ആഭരണങ്ങൾ. മനുഷ്യര് കൈകൊണ്ടെടുക്കാൻ അറപ്പ് തോന്നുന്നതായ വിഭൂതിയാണ് ശ്മശാനത്തിലേത്. സാധാരണ ഭസ്മാണെങ്കിൽ സാരമില്ല, നെറ്റിയിലെടുത്ത് വല്ലപ്പോഴും ഒന്ന് കുറിയിടാം എന്ന് വിചാരിക്കാം. ഇത് ശ്മശാനത്തിലെ ചിതാഭസ്മത്തെ ധരിക്കുന്ന ആളാണ്.